ഹായ് ഓൾ, എൻഎസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത നോൺ കൺവെൻഷണൽ മെഷീനിങ് എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ MCQ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നമുക്കിനി ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എമംഗ് ദ ഫോളോയിങ് വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഫോർ നോൺ കൺവെൻഷണൽ മെഷീനിങ് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ എ എന്ന് പറയുന്നത് ടൂൾ ആൻഡ് വർക്ക് പീസ് കോൺടാക്ട് വിത്ത് ഈച്ച് അതർ. ബി എന്ന് പറയുന്ന ഓപ്ഷൻ ഫോർമേഷൻ ഓഫ് ചിപ്പ്. സി എന്ന ഓപ്ഷൻ ടൂൾ നീഡ് ബി ഹാർഡർ ദാൻ ദി വർക്ക് പീസ്. ഡി എന്ന ഓപ്ഷൻ നൺ ഓഫ് ദി എബോവ്. അപ്പോൾ നോൺ കൺവെൻഷണൽ മെഷീനിൻ്റെ ഏറ്റവും വലിയ പ്രധാനം എന്ന് പറഞ്ഞാൽ ടൂളും വർക്ക് പീസും ഒരിക്കലും കോൺടാക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ എ അല്ല. ഫോർമേഷൻ ഓഫ് ചിപ്പ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ ഫോർമേഷൻ ഓഫ് ചിപ്പായിട്ടല്ല ഉണ്ടാകുന്നത്, മെറ്റീരിയൽ ഇവോപ്പറേറ്റ് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ ഓപ്ഷൻ ബി അല്ല. ഇവർ തമ്മിൽ കോൺടാക്റ്റ് ഇല്ലാത്തതുകൊണ്ട് ടൂളിൻ്റെ മെറ്റീരിയൽ വർക്ക് പീസിനെക്കാളും ഹാർഡൻ ആവണമെന്ന് നിർബന്ധമില്ല. അപ്പം എയും ഓപ്ഷൻ അല്ല, ബി ഓപ്ഷൻ അല്ല, സി ഓപ്ഷൻ അല്ല. അപ്പോൾ നമ്മൾ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഡി ആണ്, നൺ ഓഫ് ദി എബോവ്. ക്വസ്റ്റ്യൻ നമ്പർ 2. നോൺ കൺവെൻഷണൽ മെഷീനിങ് ഈസ് ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ടൈപ്പ്. ഓപ്ഷൻ എ ടൈപ്പ് ഓഫ് ദി ടൂൾ യൂസ്ഡ്, പ്രോസസ് പാരാമീറ്റർ, എനർജി യൂസ്ഡ്, ഓൾ ദി എബോവ്. അപ്പോൾ നോൺ കൺവെൻഷണൽ മെഷീനിങ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന ഏത് എനർജി യൂസ് ചെയ്തിട്ടാണ് മെറ്റീരിയലിൽ നിന്ന് വർക്ക് പീസിൽ നിന്ന് മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്നത്. അപ്പം ഓപ്ഷൻ സി എന്ന് പറയുന്നതാണ് കറക്റ്റ് ആൻസർ. കാരണം ഏത് ടൈപ്പ് ഓഫ് എനർജി അനുസരിച്ച് തെർമൽ എനർജി, മെക്കാനിക്കൽ എനർജി, ഇലക്ട്രോ കെമിക്കൽ എനർജി, ഇതിൻ്റെ എല്ലാം കോമ്പിനേഷൻ, ഹൈബ്രിഡ് സിസ്റ്റം, അങ്ങനെ 4 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പം ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്, ബേസ്ഡ് ഓൺ ദി എനർജി യൂസ്ഡ്. ക്വസ്റ്റ്യൻ നമ്പർ 3. EDM അഥവാ ഇലക്ട്രിക് ഡിസ്ചാർജ് മെഷീനിങ് ഈസ് മെയിൻലി യൂസ്ഡ് ടു മെഷീൻ. ഓപ്ഷൻ എ മെറ്റൽസ് ഒൺലി, ബോത്ത്. ഓപ്ഷൻ ബി ബോത്ത് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. ഓപ്ഷൻ സി സെറാമിക്സ്. ഓപ്ഷൻ ഡി ഇലക്ട്രിക്കലി കണ്ടക്റ്റീവ് മെറ്റീരിയൽസ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോലെ ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് മെഷീനിങ് നടക്കണമെങ്കിൽ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇലക്ട്രിക്കലി കണ്ടക്റ്റീവ് ആയിരിക്കണം. ഇലക്ട്രിക്കലി കണ്ടക്റ്റീവ് അല്ലാത്ത ഒരു മെറ്റീരിയലിന് നമുക്ക് ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് മെഷീനിങ് വഴി മെഷീൻ ചെയ്യാൻ പറ്റുന്നതല്ല. പക്ഷേ നമ്മൾ ശരിക്കുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ്, ഇലക്ട്രിക്കലി കണ്ടക്റ്റീവ് മെറ്റീരിയൽ. ക്വസ്റ്റ്യൻ നമ്പർ 4. മെയിൻറ്റെയിനിങ് ഓഫ് വാക്യൂം ഈസ് ഡിഫിക്കൽട്ട് ഇൻ. ഓപ്ഷൻ എ ലേസർ ബീം മെഷീനിങ്. ഓപ്ഷൻ ബി ഇലക്ട്രോകെമിക്കൽ മെഷീനിങ്. ഓപ്ഷൻ സി ഇലക്ട്രോൺ ബീം മെഷീനിങ്. ഓപ്ഷൻ ഡി വാട്ടർ ജെറ്റ് മെഷീനിങ്. ഇപ്പം വാക്യൂം എന്ന് പറയുന്ന സാധനം നമ്മൾ യൂസ് ചെയ്യുന്നത് ഇലക്ട്രോൺ ബീം മെഷീനിങ്ങിലാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോൺ ബീം മെഷീനിങ് ഇലക്ട്രോൺസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മെഷീനിങ് നടത്തുന്നത്. ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള ഒരു പാർട്ടിക്കിളാണ്. അപ്പോൾ അത് അറ്റ്മോസ്ഫിയറിലെ പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള പാർട്ടിക്കിൾസുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് അതിൻ്റെ ഇൻറ്റൻസിറ്റി ഓഫ് ബീം കുറയാൻ സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ അതൊരു വാക്യൂം ചേമ്പറിലാണ് പ്രോസസ്സ് നടത്തുക, അല്ലെങ്കിൽ മെഷീനിങ് നടക്കുന്നത്. അതുകൊണ്ട് EBM എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. കാരണം EBMലാണ് നമ്മൾ വാക്യൂം ചേമ്പർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് മെയിൻ്റനൻസും വാക്യൂം ചേമ്പറിൻ്റെ ഡിഫിക്കൽട്ടി EBMലാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മളെ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 5. മെറ്റീരിയൽ റിമൂവൽ ടേക്സ് പ്ലേസ് ബൈ അബ്രസീവ് ആക്ഷൻ ഇൻ. ഓപ്ഷൻ എ ലേസർ ബീം മെഷീനിങ്. ഓപ്ഷൻ ബി അൾട്രാസോണിക് മെഷീനിങ് ആൻഡ് അൾട്രാസൗണ്ട് മെഷീനിങ്. ഓപ്ഷൻ സി ഇലക്ട്രോൺ ബീം മെഷീനിങ്. ഓപ്ഷൻ സി ഇലക്ട്രോ കെമിക്കൽ മെഷീനിങ്. അപ്പോൾ മെറ്റീരിയൽ റിമൂവൽ അബ്രസീവ് ആക്ഷൻ എന്നൊരു മെക്കാനിക്കൽ എനർജി മെത്തേഡാണ്. നമ്മൾ ഈ പറയുന്ന 4 ഓപ്ഷനിൽ ഒരു മെക്കാനിക്കൽ എനർജി മെത്തേഡ് മാത്രമേ ഉള്ളൂ. അത് ഓപ്ഷൻ ബി ആയ അൾട്രാസോണിക് മെഷീനിങ് ആണ്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ്, അൾട്രാസോണിക് മെഷീനിങ്. ക്വസ്റ്റ്യൻ നമ്പർ 6. ഇലക്ട്രോലൈറ്റ് ഹെൽപ്സ് ഇൻ ദ മെറ്റീരിയൽ റിമൂവൽ ഇൻ ദി കേസ് ഓഫ്. ഓപ്ഷൻ എ ലേസർ ബീം മെഷീനിങ്. ഓപ്ഷൻ ബി അൾട്രാസോണിക് മെഷീനിങ്. ഓപ്ഷൻ സി ഇലക്ട്രോൺ ബീം മെഷീനിങ് ആൻഡ് ഓപ്ഷൻ ഡി ഇലക്ട്രോ കെമിക്കൽ മെഷീനിങ്. ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്ന സാധനം നമ്മൾ കെമിക്കൽ റിയാക്ഷനെ സഹായിക്കുന്ന വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ്. അപ്പോൾ നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത 4 ഓപ്ഷനിലും ഇലക്ട്രോ കെമിക്കൽ മെഷീനിങ് അതിലാണ് നമ്മൾ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്. അതായത് ഇലക്ട്രിസിറ്റിയുടെ സഹായത്തോടെ ഒരു കെമിക്കൽ റിയാക്ഷൻ വഴി മെറ്റീരിയൽ റിമൂവൽ നടക്കുന്നതാണ് ഇലക്ട്രോ കെമിക്കൽ മെഷീനിങ്. ബാക്കി 3ലും നമുക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ പ്രസൻസ് ഇല്ല. അപ്പം നമ്മൾ ഓപ്ഷൻ എന്ന് പറയുന്ന കറക്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ്, ഇലക്ട്രോ കെമിക്കൽ മെഷീനിങ്. ക്വസ്റ്റ്യൻ നമ്പർ 7. ഇൻ ECM അഥവാ ഇലക്ട്രോ കെമിക്കൽ മെഷീനിങ് വിച്ച് ആക്ട് ആസ് ദി കാഥോഡ്. അതായത് നെഗറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള ഇലക്ട്രോഡായിട്ട് ആര് ആക്ട് ചെയ്യുന്നു. ഓപ്ഷൻ എ എന്ന് പറയുന്നത് NaCl ആണ്.
ഓപ്ഷൻ ബി എന്ന് പറയുന്ന ടൂളാണ്, ഓപ്ഷൻ സി എന്ന് പറയുന്ന വർക്ക് പീസാണ്, ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞാൽ നൺ ഓഫ് ദി എബോ. ഇതിൽ NaCl നമ്മൾ ECMത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്, അത് ഇലക്ട്രോഡ് ആയിട്ടല്ല യൂസ് ചെയ്യുന്നത്, നമ്മൾ എന്താണ് ഇലക്ട്രോലൈറ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ എ അല്ല. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ടൂൾ എന്ന് പറയുന്നത് നമ്മൾ എന്താണ് നെഗറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള ഇതാണ്, അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ സി വർക്ക് പീസ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ആനോഡായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ ബി ആണ്, ടൂളാണ്. ക്വസ്റ്റ്യൻ നമ്പർ 8. ECM അഥവാ ഇലക്ട്രോ കെമിക്കൽ മെഷീനിങ് ഈസ് ഓൾസോ നോൺ ആസ് ഓപ്ഷൻ എ ഇലക്ട്രോപ്ലേറ്റിംഗ്, ബി മെറ്റൽ അഡീഷൻ, സി റിവേഴ്സ് ഇലക്ട്രോപ്ലേറ്റിംഗ്, ഡി നൺ ഓഫ് ദി എബോ. അപ്പോൾ ഇലക്ട്രോ കെമിക്കൽ മെഷീനിങ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ റിമൂവൽ പ്രോസസ്സാണ്. ഇലക്ട്രിസിറ്റിയുടെ സഹായത്തോടെ ഒരു കെമിക്കൽ റിയാക്ഷൻ വഴി ഒരു ഇലക്ട്രോഡിൽ നിന്ന് വേറൊരു ഇലക്ട്രോഡ് യൂസ് ചെയ്ത് മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനാണ് ഇലക്ട്രോ കെമിക്കൽ മെഷീനിങ് എന്ന് പറയുന്നത്. ഇവിടെ ടൂൾ ഉപയോഗിച്ചിട്ട് വർക്ക് പീസിൽ നിന്ന് മെറ്റീരിയൽ റിമൂവലാണ് ചെയ്യുന്നത്. അപ്പോൾ മെറ്റീരിയൽ ആഡ് ചെയ്യുന്നതിനാണ് നമ്മൾ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ എ അല്ല. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് മെറ്റൽ അഡീഷനാണ്, അപ്പോൾ ഓപ്ഷൻ ബിയും അല്ല. ഓപ്ഷൻ സി ആണ് കറക്റ്റ്, റിവേഴ്സ്ഡ് ഇലക്ട്രോപ്ലേറ്റിംഗ്. റിവേഴ്സ് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോപ്ലേറ്റിന് നേരെ ഓപ്പോസിറ്റ്. ഇലക്ട്രോപ്ലേറ്റിംഗ് മെറ്റീരിയൽ അഡീഷൻ ആണ്, ഇവിടെ നടക്കുന്നത് മെറ്റീരിയൽ റിഡക്ഷൻ ആണ്, മെറ്റീരിയൽ റിഡക്ഷൻ ഓഫ് വർക്ക് പീസ് യൂസിങ് എ ടൂൾ. കറക്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്, റിവേഴ്സ്ഡ് ഇലക്ട്രോപ്ലേറ്റിംഗ്. ക്വസ്റ്റ്യൻ നമ്പർ 9. In electrochemical machine which act as the anode? First option NaCl ആണ്, ഓപ്ഷൻ ബി ടൂൾ, ഓപ്ഷൻ സി വർക്ക് പീസ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോ. അപ്പോൾ ഇത് NaCl എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോലൈറ്റ് ആണ്, ഇലക്ട്രോഡല്ല. ടൂൾ എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജ് ആണ്, അഥവാ കാഥോഡാണ്. ഓപ്ഷൻ സി വർക്ക് പീസ് എന്ന് പറയുന്നത് ആനോഡാണ്, ഡി നൺ ഓഫ് ദി എബോ. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, വർക്ക് പീസ്. അപ്പോൾ വർക്ക് പീസാണ് ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത്, ടൂളാണ് ഇവിടെ കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. NaCl എന്ന് പറഞ്ഞാൽ ഇലക്ട്രോലൈറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 10. ആഫ്റ്റർ മെഷീനിങ് എ റിപ്ലിക്ക ഓഫ് ദി ടൂൾ ഈസ് ഫൗണ്ട് ഓൺ ദി വർക്ക് പീസ് ഇൻ ദ കേസ് ഓഫ് ഫസ്റ്റ് ഓൺ ലേസർ ബീം മെഷീനിങ്, ബി ഇലക്ട്രോ കെമിക്കൽ മെഷീനിങ്, സി ഇലക്ട്രോൺ ബീം മെഷീനിങ്, ആൻഡ് ഓപ്ഷൻ ഡി അൾട്രാസോണിക് മെഷീനിങ്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇലക്ട്രോ കെമിക്കൽ മെഷീനിങ്ങിലാണ്. ഇലക്ട്രോ കെമിക്കൽ മെഷീനിങ്ങിലാണ് ടൂളിൻ്റെ ഷേപ്പിലുള്ള ഇതിൽ നമുക്ക് മെറ്റീരിയൽ റിമൂവൽ നടക്കുന്നത്. അത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇലക്ട്രിസിറ്റിയുടെ സഹായത്തോടെ ഒരു കെമിക്കൽ റിയാക്ഷൻ വഴി ടൂളിൻ്റെ ഏത് ഷേപ്പാണ് ആ ഷേപ്പിലായിരിക്കും മെറ്റീരിയൽ റിമൂവൽ നടക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 11. തെർമൽ വെലോസിറ്റി ഓഫ് ബീംസ് ഇൻ ദ കേസ് ഓഫ് EBM ക്യാൻ ബി ഫൗണ്ട് ഔട്ട് യൂസിങ് ദി റിലേഷൻ. അപ്പോൾ തെർമൽ വെലോസിറ്റി എന്ന് പറയുന്നത് റെപ്രസെൻറ്റ് ചെയ്യുന്ന ക്യാപിറ്റൽ V ആണ്. അതിന് ഫസ്റ്റ് ഓപ്ഷൻ എ ഇസ് ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ V = സ്ക്വയർ റൂട്ട് ഓഫ് KB × T. KB എന്ന് പറഞ്ഞാൽ ബോൾട്ട്സ്മാൻ കോൺസ്റ്റൻ്റ് ആണ്. സെക്കൻഡ് ഓപ്ഷൻ V = KB × T ആണ്. സെക്കൻഡ് ഓപ്ഷൻ തേർഡ് ഓപ്ഷൻ സി എന്ന് പറഞ്ഞാൽ V = സ്ക്വയർ റൂട്ട് ഓഫ് 2KB × T/m ആണ്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് V = സ്ക്വയർ റൂട്ട് ഓഫ് KB × T/m². ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, V = സ്ക്വയർ റൂട്ട് ഓഫ് 2 × KB × T/m. അതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 12. ഡ്യൂറിങ് മെഷീനിങ് ഓഫ് സ്റ്റീൽ ഹൈഡ്രജൻ ഗ്യാസ് ഈസ് ലിബറേറ്റഡ് അറ്റ് ദി കാഥോഡ് ഇൻ LBM ലേസർ ബീം മെഷീനിങ്, ഓപ്ഷൻ എ. ഓപ്ഷൻ ബി ഇലക്ട്രോൺ ബീം മെഷീനിങ്, ഓപ്ഷൻ സി ഇലക്ട്രോകെമിക്കൽ മെഷീനിങ്, ആൻഡ് ഓപ്ഷൻ ഡി അൾട്രാസോണിക് മെഷീനിങ്. അപ്പോൾ നമുക്ക് ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു കെമിക്കൽ റിയാക്ഷൻ വരണം. ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യുന്നത് ഇലക്ട്രോലൈറ്റ് ഇല്ല, വാട്ടറിൻ്റെ പ്രസൻസ് നമ്മൾ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ അയോൺസുമായിട്ട് ചെയ്യും. അത് അവസാനം ഹൈഡ്രജൻ ഇതായിട്ട് ഗ്യാസായിട്ട് ലിബറേറ്റ് ചെയ്യും. അപ്പം കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന ഈ പറഞ്ഞ 4 ഓപ്ഷനിലും ഇലക്ട്രോ കെമിക്കൽ മെഷീനിങ്ങിന് മാത്രമാണ്. സോ നമ്മൾ ആൻസർ എന്ന് പറയുന്നത് ഇലക്ട്രോ കെമിക്കൽ മെഷീനിങ് ആണ്, ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ നമ്പർ 13. ഡ്യൂറിങ് ഓഫ് മെഷീനിങ് ഓഫ് സ്റ്റീൽ ഇൻ ECM പ്രോസസ് അയൺ ഈസ് റെഡ്യൂസ് ഇൻ ദി ഫോം ഓഫ് ഓപ്ഷൻ എ വേപ്പർ ആയിട്ടാണോ, ഓപ്ഷൻ ബി സ്ലഡ്ജ്, ഓപ്ഷൻ സി മിക്സ്ചർ ഓഫ് ലിക്വിഡ്സ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോ. അപ്പം മെഷീനിങ് ഓഫ് സ്റ്റീൽ ഇൻ ECM ഇതിൽ നമുക്ക് അയണിനെ 2 ഇതായിട്ട് അയൺ ഓക്സൈഡും അയൺ ക്ലോറൈഡുമായിട്ടാണ് റെഡ്യൂസ് ചെയ്യുന്നത്. അത് ഇൻ ദ ഫോം ഓഫ് സ്ലഡ്ജ് ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, സ്ലഡ്ജ് ഈസ് ദി കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 14. ഇൻ ദ കേസ് ഓഫ് ലേസർ ബീം മെഷീനിങ് the gas used is option A carbon dioxide, option B hydrogen,
Option C, oxygen. Option D, a mixture of carbon monoxide and oxygen. The correct answer CO2 ആണ്. കാർബൺ ഡയോക്സൈഡ് ആണ് നമ്മൾ ലേസർ ബീം മെഷീനിൽ ഗ്യാസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ആ ഗ്യാസ് അയണൈസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്ന ലേസർ ബീമിന് ആവശ്യമായിട്ടുള്ള സിംഗിൾ മോണോക്രോമാറ്റിക് ലൈറ്റ് ഫോം ചെയ്യുന്നത്. Question number 15. In the case of USM, ultra sound machining, the standoff distance is option A, distance between transducer and job. Option B, distance between tip of the tool and the job. Option C, distance between fixture and job. Option D, none of the above. അപ്പോൾ അൾട്രാസോണിക് മെഷീനിങ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു മെക്കാനിക്കൽ മെറ്റീരിയൽ റിമൂവൽ പ്രോസസ്സാണ്. അത് ഒരു ട്രാൻസ്ഡ്യൂസറിൻ്റെ സഹായത്തോടെ ടൂൾ ഹോൾഡറിൽ നമ്മളൊരു വൈബ്രേഷൻ കൊടുക്കുന്നു. ആ ടൂൾ ഹോൾഡറിൻ്റെ അറ്റത്ത് നമ്മളൊരു ടിപ്പുണ്ട്. ആ ടിപ്പിൽ നമ്മൾ അബ്രസീവ് പാർട്ടിക്കിൾസ് വെച്ചിരിക്കുന്നു. ആ അബ്രസീവ് പാർട്ടിക്കിൾസ് വർക്ക് പീസിൻ്റെ സർഫസിൽ ഒരു അബ്രസീവ് മെക്കാനിക്കൽ ആക്ഷൻ വഴി മെറ്റീരിയൽ റിമൂവൽ ചെയ്യുന്നതാണ് അൾട്രാസോണിക് മെഷീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ള സ്റ്റാൻഡ് ഓഫ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ടൂളിൻ്റെ ടിപ്പും ജോബ് അഥവാ വർക്ക് പീസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടിപ്പ് ഓഫ് ദി ടൂൾ ആൻഡ് ദി ജോബ്. ജോബ് എന്ന് പറയുന്നത് നമ്മൾ വർക്ക് പീസിനെയാണ് നമ്മൾ ജോബ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. Question number 16. In the case of USM അഥവാ അൾട്രാസോണിക് മെഷീനിങ്, മെറ്റീരിയൽ റിമൂവൽ റേറ്റ് MRR increases as first option. Option A, velocity of vibration decreases. Option B, all of the above. Option C, slurry concentration increases. Option D, mean diameter of the abrasive increases. അപ്പം മെറ്റീരിയൽ റിമൂവൽ റേറ്റ് അൾട്രാസോണിക് മെഷീനിൽ വൈബ്രേഷൻ കൂടുന്നതനുസരിച്ച് ഫ്രീക്വൻസി അല്ലെ വെലോസിറ്റി ഓഫ് വൈബ്രേഷൻ കൂടുന്നതനുസരിച്ച് ഇൻക്രീസ് ആവും. സ്ലറി കോൺസെൻട്രേഷൻ, അതായത് അബ്രസീവ് പാർട്ടിക്കിൾസും ഒരു വാട്ടറും തമ്മിലുള്ള സ്ലറി കോൺസെൻട്രേഷൻ കൂടുന്നത് അനുസരിച്ച് ഇൻക്രീസ് ആവും. അതുപോലെ ഡയമീറ്റർ, അതായത് നമുക്ക് മെറ്റീരിയൽ റിമൂവൽ റേറ്റാണ് കൂടുതൽ നമ്മൾ പ്രയോറിറ്റി എങ്കിൽ നമ്മൾ കോഴ്സ് ആയിട്ടുള്ള അബ്രസീവ് സൈസ് പാർട്ടിക്കിൾസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കോഴ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സൈസ്. അപ്പം ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും കറക്റ്റാണ്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്, ഓൾ ദി എബോവ്. അപ്പോൾ ഓൾ ദി എബോവ് നമുക്ക് കറക്റ്റ് ആൻസർ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 17. The case of EBM, electron beam machining, electrons are emitted when option A, vacuum is achieved. B, carbon filament gets heated. C, tungsten filament heated to 2300 degree. All the above. അപ്പോൾ നമ്മൾ ഇലക്ട്രോൺ ബീം മെഷീനിലെങ്കിൽ നമുക്ക് ഇലക്ട്രോൺസിൻ്റെ സഹായത്തോടെയാണ് മെഷീനിങ് നടക്കുന്നത്. അപ്പോൾ നമ്മളതിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോൺ ഗണ്ണിൽ ഉപയോഗിക്കുന്ന ഫിലമെൻ്റ് എന്ന് പറയുന്നത് ടങ്സ്റ്റൺ ഫിലമെൻ്റാണ്. അപ്പോൾ ടങ്സ്റ്റൺ ഫിലമെൻ്റ് നമ്മൾ 30 കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ ഹൈ DC സപ്ലൈ പവർ കൊടുക്കുമ്പോൾ അത് ടെമ്പറേച്ചർ റൈസ് ആവുകയും 2300 ഡിഗ്രി ആകുമ്പോഴത്തേക്ക് ഇലക്ട്രോൺ ബീം ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്. അപ്പം ടങ്സ്റ്റൺ ഫിലമെൻറ്റ് ഹീറ്റഡ് ടു 2300 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മളെ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 18. USM അഥവാ അൾട്രാസൗണ്ട് മെഷീനിങ്, അൾട്രാസോണിക് മെഷീനിങ് യൂസ് ടു മെഷീൻ. ഓപ്ഷൻ എ, നോൺ മെറ്റാലിക് മെറ്റൽസ്. B, hard and brittle material. C, tough and malleable material. D, soft and ductile material. അപ്പോൾ അൾട്രാസോണിക് മെഷീനിങ് നമുക്ക് സോഫ്റ്റ് ആൻഡ് ഡക്റ്റൈൽ മെറ്റീരിയൽ വെച്ച് മെഷീൻ ചെയ്യാൻ പറ്റില്ല. ഓപ്ഷൻ സി ഡി ആപ്ലിക്കബിൾ അല്ല. നോൺ മെറ്റാലിക് മെറ്റൽസിന് ആപ്ലിക്കബിൾ അല്ല. ടഫ് ആൻഡ് മാലബിൾ മെറ്റൽസിന് ആപ്ലിക്കബിൾ അല്ല. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്. ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ മെറ്റീരിയൽസിനാണ് നമ്മൾ നോർമലി അൾട്രാസോണിക് മെഷീനിങ് ഉപയോഗിച്ച് നമ്മൾ മെഷീൻ ചെയ്യുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ഉപയോഗപ്പെട്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ 3 ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള പോസ്റ്റുകൾ വിളിച്ചിട്ടുണ്ട്. NS അക്കാഡമിയിൽ ഇതിൻ്റെ ആവശ്യമായിട്ടുള്ള ഇൻറ്റൻസീവ് കോച്ചിങ്ങും അതിൻ്റെ ഓഫർ പർച്ചേസിനുമായി താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതുപോലെ ഡെമോ ക്ലാസ്സും സ്റ്റഡി മെറ്റീരിയൽസിനായി ബിഗ് ലേണിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.